ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണം കഥ കേൾക്കാം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലൂടെ രാമായണ കഥ കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. സചിത്ര രാമായണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കെ മനോജ് കുമാർ. പ്രസിദ്ധീകരണം സിസോ പബ്ലിഷേഴ്സ്, തിരുവനന്തപുരം. ഓഡിയോ കൃഷ്ണകുമാരി. നമ്മുടെ ചാനലിൽ പകുതിയിലേറെ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കേൾക്കുവാൻ താൽപ്പര്യപ്പെടുന്നു. ഇന്നലെ മുതൽ നമ്മൾ രാമായണത്തിലെ ഉത്തരകാണ്ഡം എന്ന ഭാഗമാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത്. ഉത്തരകാണ്ഡത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാമകഥ പലരും കാവ്യരൂപത്തിലാക്കിയിട്ടുണ്ട്. എന്നാൽ അവയെക്കാളെല്ലാം മഹത്തരമായത് വാത്മീകി രചിച്ച രാമായണമാണ്. അതിൽ ആദ്യത്തെ 6 കാണ്ഡങ്ങൾ വാൽമീകി തന്നെ രചിച്ചതാണ്. 7ാമത്തെ കാണ്ഡമായ ഉത്തരകാണ്ഡം മറ്റാരോ രചിച്ചതാണെന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത്. ആ ഉത്തരകാണ്ഡമാണ് നമ്മൾ ഇന്നലെ തൊട്ട് വായിക്കാൻ തുടങ്ങിയത്. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീരാമചന്ദ്രായ നമഃ. ഉത്തരകാണ്ഡം, രാവണൻ്റെ ജനനം. രാക്ഷസന്മാരുടെ പൂർവ്വകഥകൾ വിവരിച്ച ശേഷം അഗസ്ത്യൻ രാവണൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. സോമാലി പുത്രിയായ കൈകസിയും ഒന്നിച്ച് ഒരു ദിവസം ഭൂമിയിലേക്ക് വന്നു. ആ യാത്രക്കിടയിൽ വൈശ്രവണൻ പുഷ്പക വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് അവർ കണ്ടു. അത്തരത്തിലുള്ള ഒരു മകൻ തൻ്റെ മകൾക്കും ജനിക്കണമെന്ന മോഹം സോമാലിക്കുണ്ടായി. അതിനായി കൈകസിയെ വിശ്രവസിന് ദാനം ചെയ്യാൻ അവർ നിശ്ചയിച്ചു. ആഗ്രഹം അനുസരിച്ച് കൈകസി വിശ്രവസിൻ്റെ ആശ്രമത്തിൽ ചെന്ന് നമ്രശിരസ്കയായി നിന്നു. തൻ്റെ മുന്നിൽ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ട് മുനിക്ക് അത്ഭുതം തോന്നി. അവൾ തൻ്റെ ആഗ്രഹം മുനിയോട് വെളിപ്പെടുത്തി. എന്നാൽ അവൾ വന്ന സമയം ഏറ്റവും ദോഷകരമായിരുന്നതിനാൽ അവയിലുണ്ടാകുന്ന കുട്ടികൾ ക്രൂരന്മാരായി പോകുമെന്ന് വിശ്രവസ് മുനി പറഞ്ഞു. അതുകേട്ട് വേദന പൂണ്ട കൈകസി മഹർഷിയോട് അപേക്ഷിച്ചു. മഹാമുനെ, അങ്ങയിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് സദ്ഗുണസമ്പന്നരായ പുത്രന്മാരെയാണ്. ഹേ നാരി, നിന്റെ ആഗ്രഹം പോലെ തന്നെ ഒരു മകൻ നിനക്കുണ്ടാവും. ഏറ്റവും ഒടുക്കം പിറക്കുന്ന അവൻ മൂലം നിനക്ക് യശസ്സും ധനപ്രാപ്തിയും ഉണ്ടാകും. മഹർഷിയുടെ പ്രവചനം പോലെ തന്നെ 4 മക്കൾ അവൾക്കുണ്ടായി. 10 തലകളും 20 കൈകളുമുള്ള രാവണൻ, അതിശക്തനായ കുംഭകർണൻ, വിരൂപയും ക്രൂരയുമായ ശൂർപ്പണഖ, ധർമ്മനിരതനും ശക്തനുമായ വിഭീഷണൻ എന്നിവരായിരുന്നു അവർ. വിശ്രവസ് പറഞ്ഞ പോലെ തന്നെ വിഭീഷണൻ ഒഴികെയുള്ളവർ ക്രൂരന്മാരും ഉപദ്രവികളുമായിട്ടാണ് വളർന്നത്. വൈശ്രവണൻ ഒരു ദിവസം പിതാവിനെ കാണാനായി ആശ്രമത്തിലെത്തി. വൈശ്രവണൻ്റെ പ്രതാപൈശ്വര്യങ്ങൾ കൈകസിയുടെ മനസ്സിൽ അസൂയ ഉണ്ടാക്കി. അവൾ മക്കളെ വിളിച്ച് എങ്ങനെയും വൈശ്രവണനെ പോലെ പ്രതാപികളാകണമെന്ന് ഉപദേശിച്ചു. അമ്മയുടെ ആഗ്രഹം നിറവേറ്റാനായി പുത്രന്മാർ 3 കഠിന തപസ് അനുഷ്ഠിക്കാൻ ഗോകർണത്ത് ചെന്നു. ദശാനനൻ ഓരോ 1000 വർഷം തികയുമ്പോൾ ഓരോ ശിരസ് ഹോമിച്ചുകൊണ്ടുള്ള കഠിനമായ തപസ്സാണ് അനുഷ്ഠിച്ചു കൊണ്ടിരുന്നത്. 10ാമത്തെ ശിരസ് അരിഞ്ഞ് ഹോമിക്കുവാൻ ഒരുമ്പെട്ട രാവണൻ്റെ മുന്നിൽ ബ്രഹ്മാവ് പ്രത്യക്ഷനായി. ആരാലും താൻ വധിക്കപ്പെടരുതെന്ന വരം നൽകണമെന്ന് രാവണൻ ദേവനോട് അപേക്ഷിച്ചു. അങ്ങനെയൊരു വരം തരാൻ നിവൃത്തിയില്ല എന്ന് ബ്രഹ്മാവ് അറിയിച്ചു. ഭഗവാൻ ദേവന്മാരിൽ നിന്നോ രാക്ഷസന്മാരിൽ നിന്നോ യക്ഷന്മാരിൽ നിന്നോ പക്ഷികളിൽ നിന്നോ എനിക്ക് മരണമുണ്ടാകാതിരിക്കണം. അങ്ങനെ തന്നെയാവട്ടെ എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് അനുഗ്രഹിച്ചു. അതോടെ രാവണന് 10 തലകളും പഴയപടി പ്രത്യക്ഷമായി.
അടുത്തുണ്ടായിരുന്ന വിഭീഷണൻ തനിക്കൊരിക്കലും ധർമ്മഭ്രംശം സംഭവിക്കരുത് എന്ന വരം നൽകി അനുഗ്രഹിക്കണമെന്നാവശ്യപ്പെട്ടു. സന്തോഷവാനായ ബ്രഹ്മാവ് വിഭീഷണനെ അനുഗ്രഹിക്കുകയും ചെയ്തു. ബ്രഹ്മാസ്ത്ര പ്രയോഗ സാമർഥ്യം അഭ്യാസം കൂടാതെ തന്നെ ലഭിക്കുമെന്ന് വരം നൽകുകയും ചെയ്തു. കുംഭകർണന് വരം നൽകുന്നതിനു മുൻപ് ആലോചിക്കണമെന്ന് ദേവന്മാർ ബ്രഹ്മാവിനോട് ഓർമ്മപ്പെടുത്തി. ദേവന്മാരുടെ ആഗ്രഹം സംരക്ഷിക്കുന്നതിനായി സരസ്വതീ ദേവി കുംഭകർണൻ്റെ നാവിൽ പ്രവേശിച്ചു. നിനക്കെന്തു വരം വേണമെന്ന് ബ്രഹ്മാവ് ചോദിച്ചയുടനെ നാവിൽ തുമ്പിലിരുന്ന ദേവിയുടെ ശക്തിയാൽ ഇങ്ങനെ അപേക്ഷിക്കുവാനേ കുംഭകർണന് കഴിഞ്ഞുള്ളൂ: ഭഗവാനെ, എനിക്ക് നന്നായി ഉറങ്ങണം. അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ബ്രഹ്മാവ് അനുഗ്രഹിക്കുകയും ചെയ്തു. വരം ചോദിച്ചതിനു ശേഷം മാത്രമാണ് തനിക്ക് പറ്റിയ അക്കിടി കുംഭകർണൻ അറിയുന്നത്. ആ രാക്ഷസന്മാർ വരം നേടിയ ശേഷം മടങ്ങിപ്പോയി സസുഖം താമസിച്ചു. പാതാളത്തിലായിരുന്ന സുമാലി തൻ്റെ അനുചരന്മാരുമൊത്ത് രാവണനെ കണ്ട് അഭിനന്ദിച്ചു. ബ്രഹ്മാവിൽ നിന്ന് വരം ലഭിച്ചതോടുകൂടി രാവണൻ അതിശക്തനായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ജ്യേഷ്ഠനായ വൈശ്രവണൻ്റെ കയ്യിൽ നിന്നും രാക്ഷസന്മാരുടെ ആസ്ഥാനമായിരുന്ന ലങ്ക മോചിപ്പിച്ച് എടുക്കണമെന്ന് സുമാലി രാവണനെ പ്രേരിപ്പിച്ചു. എന്നാൽ സ്വന്തം സഹോദരനെ ദശാനനൻ ഗുരുവിനെ പോലെ സ്നേഹിച്ച് ആദരിച്ചിരുന്നു. അതുകൊണ്ട് ആ ഉപദേശം രാവണൻ ചെവിക്കൊണ്ടില്ല. സുമാലിയാകട്ടെ ഏറെ നേരം ഉപദേശിച്ചതുമില്ല. അവർ പാതാളത്തിലേക്ക് തിരികെ പോവുകയും ചെയ്തു. വളരെ നാളുകൾക്ക് ശേഷം പ്രഹസ്തൻ രാവണൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹത്തെ ഉപദേശിച്ചു തുടങ്ങി. രാവണൻ്റെ അഭിപ്രായം മാറ്റണമെന്നും ലങ്ക രാക്ഷസന്മാർക്ക് നേടിക്കൊടുക്കണമെന്നും പ്രഹസ്തൻ അപേക്ഷിച്ചു. കശ്യപ പ്രജാപതിയുടെ പുത്രന്മാരായ രാക്ഷസന്മാരും ദേവന്മാരും പണ്ട് ഏറ്റുമുട്ടിയിരുന്ന കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്രജാപതിയുടെ പത്നിമാരായിരുന്നു അദിതിയും ദീതിയും. ദേവന്മാർ അദിതിയുടെയും രാക്ഷസന്മാർ ദിതിയുടെയും പുത്രന്മാരായി പിറന്നു. അക്കാലത്ത് ഭൂമി രാക്ഷസന്മാരുടെ അധീനതയിലായിരുന്നു. അസൂയമുഴുത്ത ദേവന്മാർ വിഷ്ണുവിനെ കണ്ട് ഭൂമി തങ്ങൾക്ക് നേടിത്തരണമെന്ന് അപേക്ഷിച്ചു. മഹാവിഷ്ണു രാക്ഷസന്മാരെ പാതാളത്തിലേക്ക് തോൽപ്പിച്ചോടിച്ചു. അങ്ങനെയാണ് സ്വർഗവും ഭൂമിയും ദേവന്മാരുടേതായത്. സഹോദരന്മാർ പണ്ടേ ഏറ്റുമുട്ടിയിട്ടുള്ളതാണ്. പിന്നെന്തുകൊണ്ടാണ് അങ്ങ് മൗനം പാലിക്കുന്നത്? അത് രാവണൻ്റെ മനസ്സിനെ ചഞ്ചലമാക്കി. എങ്ങനെയും ലങ്കയിൽ ആധിപത്യം സ്ഥാപിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങി. ഈ വിവരം അറിയിക്കാനായി ലങ്കയിലേക്ക് ഒരു ദൂതനെ അയക്കാൻ രാവണൻ നിശ്ചയിച്ചു. ഇതിനായി പ്രഹസ്തനെയാണ് തിരഞ്ഞെടുത്തത്. ലങ്കാധിപത്യം രാവണന് വിട്ടുകൊടുക്കണമെന്ന് സന്ദേശം പ്രഹസ്തൻ വൈശ്രവണനെ അറിയിച്ചു. തനിക്കുള്ളതെല്ലാം അനുജനായി വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് വൈശ്രവണൻ പ്രഹസ്തനോട് പറഞ്ഞു. ഈ വിവരം വിശ്രവസ് മുനി മനസ്സിലാക്കി. വിശ്രവസ് വൈശ്രവണനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: മകനെ, രാവണന് വിവേചന ബുദ്ധി നശിച്ചിരിക്കുന്നു. ബ്രഹ്മാവിൽ നിന്ന് വരം കിട്ടിയ അവൻ അഹങ്കാരിയും ദുരാഗ്രഹിയും ആയിരിക്കുന്നു. നീ ലങ്കാനഗരി ഉപേക്ഷിച്ച് മന്ദാകിനി നദീതീരത്തെ കൈലാസപർവ്വതത്തിൽ പുതിയൊരു നഗരം പണിത് താമസിച്ചുകൊള്ളൂ. അച്ഛൻ ഉപദേശിച്ചതനുസരിച്ച് വൈശ്രവണൻ പുഷ്പക വിമാനത്തിൽ ബന്ധുജനങ്ങളോടൊത്ത് കൈലാസത്തിലെത്തി പാർപ്പു തുടങ്ങി. രാവണനാകട്ടെ പാതാളത്തിൽ നിന്ന് രാക്ഷസന്മാരെ വരുത്തി ലങ്കയിലേക്ക് താമസം മാറുകയും ചെയ്തു. ഇന്ദ്രജിത്തിൻ്റെ ജനനം. രാവണൻ ലങ്ക ഭരിക്കുന്ന കാലത്ത് ഒരിക്കൽ നായാട്ടിന് പുറപ്പെട്ടു. യാത്രാമധ്യേ അതിസുന്ദരിയായ ഒരു യുവതിയെയും അവളുടെ പിതാവിനെയും കാണാൻ കഴിഞ്ഞു. ദേവശില്പിയായ മയനും പുത്രി മണ്ഡോദരിയുമായിരുന്നു അവർ. ദേവിയായ ഹേമയായിരുന്നു മയൻ്റെ ഭാര്യ. അവർക്ക് മായാവി എന്നും ദുന്ദുബി എന്നും പേരായ 2 പുത്രന്മാർ ജനിച്ചു. മണ്ഡോദരി എന്നായിരുന്നു പുത്രിയുടെ പേർ.
ഹേമ മയനെ വിട്ട് ദേവലോകത്തേക്ക് തിരിച്ചുപോയി. ആ സമയത്താണ് മയൻ മണ്ഡോദരിയോടൊത്ത് രാവണൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. മയൻ പുത്രിക്ക് അനുരൂപനായ ഒരു വരനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോഴാണ് വിശ്രവസ് എന്ന മുനിയുടെ പുത്രനായ രാവണൻ അവരുടെ മുന്നിൽ വന്നുപെട്ടത്. മുനിയുടെ മകൻ തൻ്റെ പ്രിയപുത്രിക്ക് ഭർത്താവായി വരണമെന്ന് മയൻ ആഗ്രഹിച്ചു. മയൻ്റെ ആഗ്രഹപ്രകാരം രാവണൻ മണ്ഡോദരിയെ പത്നിയായി സ്വീകരിച്ചു. രാമനു നേരെ രാവണൻ പ്രയോഗിച്ച ശൂലവും മയൻ വിവാഹസമയത്ത് രാവണന് ദാനമായി നൽകിയതായിരുന്നു. അതിനെ തുടർന്ന് വിഭീഷണനും കുംഭകർണനും വിവാഹിതരായി. വജ്രജ്വാലയെ കുംഭകർണനും സരമയെ വിഭീഷണനുമാണ് വിവാഹം ചെയ്തത്. ഒരു മഴക്കാലത്ത് മാനസ സരസിൻ്റെ കരയിലായിരുന്നു സരമയെ പ്രസവിച്ചത്. സരസിലെ വെള്ളം ഒന്നിനൊന്ന് ഉയർന്നു വന്നു. തൻ്റെ കുഞ്ഞ് വെള്ളത്തിൽ അകപ്പെടുമോ എന്ന് ഭയപ്പെട്ട് സരമയുടെ അമ്മ ഹേസരോ മാ വൃദ്ധി എന്ന് കരഞ്ഞപേക്ഷിച്ചു. അങ്ങനെയാണ് ആ കുഞ്ഞ് രക്ഷപ്പെട്ടത്. അതോടെ സരമ എന്ന പേർ ആ കുഞ്ഞിന് ലഭിച്ചു. സന്തോഷത്തോടെ ലങ്കയിൽ താമസിച്ചിരുന്ന ശൂർപ്പണഖ വിദ്യുജ്ജിഹ്വാൻ എന്ന ദാനവനെ ഭർത്താവായി തെരഞ്ഞെടുത്തു. ഏതാണ്ട് ആ സമയത്താണ് മണ്ഡോദരി പ്രസവിക്കുന്നത്. ആ കുഞ്ഞ് ജനിച്ചു വീണ ഉടനെ തന്നെ അവൻ മേഘത്തിന് സമാനം ഗർജിച്ചു. അതുകേട്ട രാവണൻ മകന് മേഘനാഥൻ എന്ന് പേരു നൽകി. ഈ മേഘനാഥനാണ് വർഷങ്ങൾക്കു ശേഷം രാമനെ യുദ്ധക്കളത്തിൽ വിഷമിപ്പിച്ച ഇന്ദ്രജിത്ത്. രാവണ യക്ഷയുദ്ധം. ബ്രഹ്മാവിൽ നിന്ന് ദീർഘനിദ്രയ്ക്കുള്ള വരം ലഭിച്ച കുംഭകർണൻ വിശാലമായൊരു നിദ്രാഗൃഹത്തിൽ കിടന്ന് നീണ്ട ഉറക്കത്തിലായി. ആ സമയത്തും ദശാനനൻ 3 ലോകങ്ങളെയും വിറകൊള്ളിച്ചു. അനുജൻ്റെ ക്രൂര കൃത്യങ്ങൾ കണ്ട് സഹിക്കാനാവാതെ ആയ വൈശ്രവണൻ ഉപദേശം നൽകുവാനായി ഒരു ദൂതനെ അയച്ചു. ദൂതനെ ആദരവോടുകൂടി തന്നെ രാക്ഷസ ചക്രവർത്തി സ്വീകരിച്ചു. വൈശ്രവണൻ്റെ സന്ദേശം ദൂതൻ ഇങ്ങനെ അറിയിച്ചു: അനുജ, ഞാനിപ്പോൾ വ്രതനിഷ്ഠയോടുകൂടി കൈലാസത്തിൽ കഴിയുകയാണ്. അതിനിടെ പാർവതി പരമേശ്വരന്മാരെ കാണാനിടയായി. ദേവിയുടെ സൗന്ദര്യം കണ്ട് ഞാൻ ഇടതു കണ്ണുകൊണ്ടൊന്ന് നോക്കി. അപ്പോൾ തന്നെ ആ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. വലതു കണ്ണ് കലങ്ങിപ്പോവുകയും ചെയ്തു. തുടർന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി തപസ് ചെയ്ത് മഹേശ്വരനെ പ്രീതിപ്പെടുത്തി. മടങ്ങി വന്നപ്പോൾ മാത്രമാണ് നിന്റെ ചെയ്തികളെക്കുറിച്ച് അറിഞ്ഞത്. നമ്മുടെ വംശത്തിന് യോജിച്ചതല്ലാത്ത കൃത്യങ്ങൾ ഇനി നീ ചെയ്യരുത്. എന്നെ നീ ഉപേക്ഷിച്ചത് ഞാൻ കൂട്ടാക്കുന്നില്ല. കുട്ടികളുടെ തെറ്റുകൾ മുതിർന്നവർ മാപ്പാക്കണമല്ലോ. നിന്റെ ക്രൂരതകൾക്ക് പകരം വീട്ടാനാണ് ദേവന്മാർ തക്കം പാർത്തിരിക്കുന്നത്. അതുകൊണ്ട് നീ സൂക്ഷിച്ച് ധർമ്മനിരതനായി ജീവിക്കണം. ദൂതൻ്റെ വാക്കുകേട്ട് രാവണൻ കോപിഷ്ഠനായി. ഇങ്ങനെയൊരു സന്ദേശം അയച്ച വൈശ്രവണനോട് പകരം വീട്ടാൻ നിശ്ചയിക്കുകയും ചെയ്തു. 3 ലോകങ്ങളെയും താൻ കീഴടക്കുമെന്നും വൈശ്രവണൻ ഉൾപ്പെടെയുള്ള ദിക്പാലകരെ മുഴുവൻ നിഗ്രഹിക്കുമെന്നും രാവണൻ പ്രതിജ്ഞ ചെയ്തു. ദേഷ്യം കൊണ്ട് ധർമ്മം മറന്ന രാവണൻ വൈശ്രവണ ദൂതനെ നിഗ്രഹിച്ചു. തുടർന്ന് സുസജ്ജമായ സൈന്യത്തോടുകൂടി വൈശ്രവണനെ തേടി യാത്രയായി. സൈന്യസമേതം കൈലാസത്തിലെത്തിയ രാവണനെ യക്ഷന്മാർ എതിർത്തു. ആ യുദ്ധത്തിൽ യക്ഷന്മാർ തോറ്റോടി. അനുജനെ നേരിട്ട് എതിർക്കുവാൻ തന്നെ വൈശ്രവണൻ തീരുമാനിച്ചു. പോരിനു മുൻപ് രാവണനെ ഉപദേശിക്കുവാൻ വൈശ്രവണൻ മറന്നില്ല. അദ്ദേഹം കുലധർമ്മത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. സദ്ബുദ്ധി നഷ്ടപ്പെട്ട രാവണൻ ദൈവകോപത്തിന് ഇരയായി തീർന്നിരിക്കുന്നു എന്ന് വൈശ്രവണൻ പറഞ്ഞു. അച്ഛനമ്മമാരെയും ഗുരുജനങ്ങളെയും നിന്ദിച്ച രാവണന് ഒരു കാലത്തും നന്മയുണ്ടാവില്ല. സ്വന്തം ശക്തിയിൽ അഹങ്കരിക്കുന്നവന് പശ്ചാത്തപിക്കേണ്ടി വരും. അവരവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവരവർ തന്നെ അനുഭവിച്ചേ തീരൂ എന്നും വൈശ്രവണൻ ഓർമ്മിപ്പിച്ചു. അതുകേട്ട് കൂടുതൽ കോപത്തോടെ രാവണൻ വൈശ്രവണനെ എതിരിട്ടു.
സഹോദരന്മാർ തമ്മിൽ വലിയൊരു യുദ്ധം നടന്നു. രാവണൻ്റെ ഗദാപ്രയോഗമേറ്റ് വൈശ്രവണൻ നിലം പതിച്ചു. വിജയത്തിൽ അഹങ്കാരിയായി തീർന്ന രാവണൻ വൈശ്രവണൻ്റെ പുഷ്പക വിമാനം തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. പുഷ്പക വിമാനത്തിലേറി ലങ്കയിലേക്ക് മടങ്ങിയ രാവണനെ നന്ദികേശ്വരൻ തടഞ്ഞു. ഹേ രാവണ, ശ്രീ പരമേശ്വരൻ പർവ്വതത്തിനു മുകളിൽ ഇപ്പോൾ നൃത്തം ചെയ്യുകയാണ്. ഇവിടേക്ക് ആർക്കും പ്രവേശനമില്ല. അതുകൊണ്ട് കഴിയും വേഗം നീ മടങ്ങിപ്പോവുക. അഹങ്കാരം കൊണ്ട് ബുദ്ധി മന്ദീഭവിച്ചു പോയ രാവണൻ ആരാണ് ഈ മഹേശ്വരൻ എന്ന് ചോദിച്ചു. ചലനമറ്റു നിന്ന പുഷ്പക വിമാനത്തിൽ നിന്നിറങ്ങി പർവ്വതത്തിൻ്റെ അടിവാരത്തിലേക്ക് കുതിച്ചു. തൻ്റെ വഴി തടഞ്ഞു നിന്ന നന്ദികേശ്വരനെ വാനരാസ്യൻ എന്ന് വിളിച്ച് പരിഹസിച്ചു. അത് കേട്ടിട്ട് നന്ദിക്ക് കോപമടക്കാൻ കഴിഞ്ഞില്ല. തന്നെ പരിഹസിച്ച രാവണനെയും രാക്ഷസ വംശത്തെയും വാനരന്മാർ തന്നെ നിഗ്രഹിക്കും എന്ന് ശപിച്ചു. കർമ്മം കൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്തിരിക്കുന്ന രാവണനെ താൻ നിഗ്രഹിക്കുന്നില്ലെന്നും നന്ദി പറഞ്ഞു. പുഷ്പകത്തിൻ്റെ വഴി തടഞ്ഞ കൈലാസപർവ്വതം താൻ പിഴുതെറിയാൻ പോവുകയാണെന്ന് രാവണൻ പ്രഖ്യാപിച്ചു. പിന്നീട് പിന്നീട് 20 കൈകൾ കൊണ്ട് ആ വലിയ പർവ്വതം കുത്തിയിളക്കാൻ തുടങ്ങി. പർവ്വത മുകളിലുണ്ടായിരുന്ന ദേവീദേവന്മാരും ശ്രീ പാർവതിയും അത് കണ്ട് പരിഭ്രമിച്ചു. അപ്പോൾ ശ്രീ പരമേശ്വരൻ തൻ്റെ പെരുവിരൽ പർവ്വതത്തിലേക്ക് ഒന്നമർത്തി. രാവണൻ്റെ കൈകൾ പർവ്വതത്തിൻ്റെ അടിയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്നു. വേദന കൊണ്ട് രാവണൻ വാവിട്ട് നിലവിളിച്ചു. അതുകേട്ട 3 ലോകവും നടുങ്ങി വിറച്ചു. കടലലകൾ ആകാശം മുട്ടെ ഉയർന്നു. പർവ്വതത്തിനുള്ളിൽ നിന്നും കൈ പിൻവലിക്കാൻ കഴിയാതെ വിഷമിച്ച രാവണൻ 1000 വർഷങ്ങൾ പരമേശ്വര പ്രീതിക്കായി തപസ്സു ചെയ്തു. ഒടുക്കം ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് രാവണനെ അനുഗ്രഹിച്ചു. രവം കൊണ്ട് ലോകം മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ച ആ രാക്ഷസന് അന്നു മുതൽക്കാണ് രാവണൻ എന്ന പേര് ലഭിച്ചത്. തനിക്കൊരു വിശിഷ്ടായുധവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണമെന്ന് ആ അവസരത്തിൽ രാവണൻ മഹേശ്വരനോട് അപേക്ഷിച്ചു. അപ്പോഴാണ് പരമേശ്വരൻ ചന്ദ്രഹാസം എന്ന ദിവ്യമായ വാള് അവന് സമ്മാനമായി നൽകിയത്. എന്നെങ്കിലും നീ അനാദരവ് കാണിച്ചാൽ അന്ന് ഈ വാള് തന്നോട് ചേരുമെന്നും മഹേശ്വരൻ അരുളി ചെയ്തു. രാവണൻ പിന്നീട് ലങ്കയിലേക്ക് മടങ്ങി ഭയപ്പാടില്ലാതെ രാജ്യപരിപാലനം നടത്തി. വേദവതി ദർശനം. ഒരിക്കൽ ഹിമാലയത്തിലൂടെ രാവണൻ സഞ്ചരിക്കവേ ഒരു താപസകന്യകയെ കണ്ടുമുട്ടി. ആ കന്യകയിൽ രാവണന് അഭിനിവേശം മുളച്ചു. അവൾ ആരാണെന്നും അവളുടെ ഭർത്താവ് ആരാണെന്നും അവൻ ചോദിച്ചു. അതിനു മറുപടിയായി കന്യക ഇങ്ങനെ പറഞ്ഞു: ബൃഹസ്പതിയുടെ പുത്രനായ കുശധ്വജൻ്റെ മകളാണ് ഞാൻ. എൻ്റെ ഭർത്താവായി മഹാവിഷ്ണുവിനെ തന്നെ ലഭിക്കണം എന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. അതുമൂലം എൻ്റെ വിവാഹം നടന്നില്ല. ദംഭു എന്ന അസുരൻ എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അവൻ അച്ഛനെ ഉറക്കിക്കിടക്കുന്ന സമയത്ത് വധിച്ചു. അമ്മയാകട്ടെ അച്ഛൻ്റെ ചിതയിൽ ചാടി പ്രാണത്യാഗം ചെയ്തു. ആരോരുമില്ലാതെയായ ഞാൻ അച്ഛൻ്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ തപസ് ചെയ്യുകയാണ്. എൻ്റെ പേർ വേദവതി എന്നാണ്. ഞാൻ മഹാവിഷ്ണുവിനെ മാത്രമേ ഭർത്താവായി സ്വീകരിക്കുകയുള്ളൂ. അങ്ങ് ആരാണെന്നും എന്താണ് ആഗ്രഹിക്കുന്നതെന്നും എനിക്കറിയാം. രാവണന് പിന്തിരിയാൻ ഉദ്ദേശമില്ലായിരുന്നു. അവൻ വീണ്ടും വീണ്ടും വിവാഹ അഭ്യർത്ഥന നടത്തി. രാവണനോട് മടങ്ങിപ്പോകുവാൻ അവൾ പറഞ്ഞു. ഇതു കേട്ട രാവണൻ വീണ്ടും തൻ്റെ ആഗ്രഹം അവളെ അറിയിച്ചു. നീ ആഗ്രഹിക്കുന്ന വിഷ്ണു എനിക്കൊരിക്കലും തുല്യനല്ലെന്നും രാവണൻ അറിയിച്ചു. വിഷ്ണുവിനെക്കുറിച്ചുള്ള രാവണൻ്റെ വാക്കുകൾ വേദവതിയെ വേദനിപ്പിച്ചു. അവൾ പറഞ്ഞു: ദേവദേവനായ മഹാവിഷ്ണുവിനെ നിന്ദിക്കരുത്. കാമാന്ധനായ രാവണൻ അവളുടെ തലമുടിയിൽ കടന്നു പിടിച്ചു.
ആ മുടി അവൾ കയ്യിൽ അറുത്തുമാറ്റിയിട്ട് പറഞ്ഞു, നീചനായ നിന്റെ സ്പർശനം ഏറ്റ മൂലം ഞാനിതാ എൻ്റെ ജീവിതം ത്യജിക്കുന്നു. നിന്നെ എനിക്ക് വധിക്കാൻ കഴിയില്ല. മാത്രമല്ല, എൻ്റെ തപസ്സിദ്ധി നഷ്ടപ്പെടുമെന്നുള്ളതുകൊണ്ട് നിന്നെ ഞാൻ ശപിക്കുന്നുമില്ല. നിന്റെ നിഗ്രഹത്തിനു വേണ്ടി ഞാൻ വീണ്ടും ജനിക്കാം. എന്നിട്ടവൾ രാവണൻ്റെ മുന്നിൽ വെച്ച് അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. വേദവതി വീണ്ടും ജനിച്ചു. അവർ രാവണൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അശരണയായ ആ കുഞ്ഞിനെ രാവണൻ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ കുഞ്ഞ് വളർന്നാൽ തനിക്ക് ആപത്തായി തീരുമെന്ന് ഗുരുക്കന്മാരുടെ വാക്കുകൾ രാവണനെ വിഷമിപ്പിച്ചു. അവൻ ആ കുഞ്ഞിനെ കടലിലെറിഞ്ഞു. ശിശു യജ്ഞക്ഷേത്രത്തിൽ വന്നടിഞ്ഞു. ഉഴവുചാലിൽ നിന്നും ജനക മഹാരാജാവിന് അവളെ ലഭിച്ചു. അവൾ ജാനകിയായി വളർന്നു. പിന്നീട് അവൾ രാമപത്നിയായ സീതയായി. അഗസ്ത്യൻ രാമനോട് പറഞ്ഞു, പ്രഭോ, അവിടുന്ന് മഹാവിഷ്ണു എത്രേ. ജനകജ വേദവതിയും മഹാഭാഗ്യവതിയായ ദേവി ഇനിയും ജനിക്കും. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗം രാവണ മരുത്ത സമാഗമം അടുത്ത ദിവസം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.